തനിക്കായി നൽകപ്പെട്ട സമയമത്രയും യേശുവിനെ പകർന്നു നൽകി കൊതിയോടെ ജീവിതത്തെ സമീപിച്ചിരുന്ന ആവേശനാളുകളിൽ നേരിടേണ്ടി വന്ന അതിതീവ്രമായ പരീക്ഷണ കാലങ്ങളെ അതിജീവിച്ചതിൻ്റെ ഓർമ്മകളിലാണ് അനിൽ മലപ്പുറം. ഞാൻ ശുശ്രൂഷ രംഗത്തേക്ക് പ്രവേശിക്കുകയും മുഴുനീളം ഓടി നടക്കുന്നൊരു സമയം വന്നു. എവിടെയും ഈശോയെ കൊടുക്കാനുള്ള ഒരു വലിയ വ്യഗ്രത എനിക്കുണ്ടായപ്പോൾ വീട്ടിലെത്തുന്നത് രാത്രി ചിലപ്പോൾ 10 മണി 11 മണിക്കൊക്കെ ആയിരിക്കും. അപ്പം അമ്മ അധികം വീട്ടിൽ തനിച്ചാണ്. എൻ്റെ പെങ്ങൾ സഹോദരി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ അവൾ കല്യാണം കഴിച്ചു. അപ്പം അമ്മ എപ്പോഴും പറയുന്നൊരു വാക്ക് ഇതാണ്: നീ ഒന്ന് കല്യാണം കഴിച്ച് ഒരാളെ ഇവിടെ ആക്കിത്താ, എന്നിട്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. അങ്ങനെ ഈ വാക്ക് സ്ഥിരം ഞാൻ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കർത്താവിനോട് തന്നെ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. എനിക്ക് അപ്പനില്ല. അപ്പൻ്റെ ഓർമ്മ വെച്ച ഒരു 1-ാമത്തെ വയസ്സിൽ ആണ് എൻ്റെ അപ്പൻ മരിക്കുന്നത്. അതുകൊണ്ട് ഈശോയെ ഞാനൊരു അപ്പൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് പെണ്ണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചുമതല ഞാൻ ഈശോയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. 3 കണ്ടീഷനാണ് ഞാനന്ന് പറഞ്ഞത്. അതിലൊന്ന് ഇതാണ്: ഒന്ന്, പാവപ്പെട്ട കുടുംബത്തിലൊരു കുട്ടി; 2, വിദ്യാഭ്യാസം SSLC മാത്രം; 3, ജാതകപ്പൊരുത്തം നോക്കരുത്. ഈ 3 കണ്ടീഷനാണ് ഞാൻ പറഞ്ഞു. ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോയൊരു വീട്ടിൽ വെച്ചിട്ടാണ് ഒരു അമ്മച്ചിയാണ് എന്നെ നിർബന്ധിച്ച് അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിലേക്ക് എന്നെ പെണ്ണ് കാണാൻ കൊണ്ടുവന്നു. ആ കടന്നു ചെന്ന സമയം മനസ്സിൽ ഞാൻ 3 കാര്യങ്ങളെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആ 3 കാര്യങ്ങൾ എനിക്ക് അവിടെ ഓക്കെയാണ്. ഞാൻ വീട്ടിൽ വന്ന് കാര്യം അവതരിപ്പിച്ചു: ഞാനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, ഇനി നിങ്ങൾ പോയി കാണുക, അത് ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതി. അങ്ങനെ അവർ പോയി കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈശോയുടെയും മാതാവിൻ്റെയും ഫോട്ടോ വീട്ടിൽ വെച്ച കാരണത്താൽ എൻ്റെ ബന്ധുക്കൾ പറഞ്ഞു, അന്യ തറവാട്ടുകാർ വന്ന് കയറാനുള്ള വീടാണിത്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് ആ പ്രശ്നം നീ ഇപ്പം തന്നെ മാറ്റി, ആ ഫോട്ടോ മാറ്റാൻ പറഞ്ഞു. ഞാൻ ഈശോയുടെ മുമ്പിൽ ഞാൻ തിരിഞ്ഞു പറഞ്ഞു: ഈശോയെ, ഞാൻ എന്നേക്കുമായിട്ട് ഞാൻ ഈ ഫോട്ടോ അവിടെ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ പെണ്ണ് വീട്ടുകാർ വന്നിട്ട് ആദ്യം ഈ ഫോട്ടോ കണ്ടിട്ട് ചോദിക്കണം, നീ എന്തുകൊണ്ട് ഈ ഫോട്ടോ അവിടെ വെച്ചു? അപ്പോഴേ എനിക്ക് ഈശോയെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഞാൻ ധ്യാനം കൂടി കഥ പറയാൻ പറ്റുള്ളൂ. ഒന്നും പറയാതെ പെണ്ണ് കെട്ടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാണെങ്കിൽ മതി. എനിക്ക് വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ ഞാൻ ആ ഫോട്ടോ മാറ്റിയില്ല. വീട്ടുകാർ വന്നു, എൻ്റെ വീടും അന്തരീക്ഷമെല്ലാം വീടും അന്തരീക്ഷമൊക്കെ കണ്ടു. അവസാനം ഈ ഫോട്ടോയെ പറ്റി അതിൽ വന്ന എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ ചോദിച്ചു, ഇതെന്താ ഈ ഫോട്ടോ ഇവിടെ വെക്കാൻ കാരണം? സത്യത്തിൽ അയാൾ ഇതിൻ്റെ ഒരു അനുഭാവി ആയതുകൊണ്ട് ചോദിച്ചതാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് തെറ്റിദ്ധാരണ കുടുങ്ങി. അവർ ഈ വന്നവർക്ക് ഇനി ഒന്നും തോന്നണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ പറഞ്ഞു, അവനൊന്ന് ശരിയാക്കി എടുക്കാണ്ടെന്ന് പറഞ്ഞു. ഈ ചിന്ത അവരുടെ ഉള്ളിൽ എനിക്കെന്തോ തക്കതായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു. ഒന്നില്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ വേറെന്തോ ദുശീലം. എന്തായാലും അവർ എന്താണെന്ന് എന്നോട് ചോദിക്കാതെ തന്നെ അവർ വീട് വിട്ടു പോയി. പോകുന്ന സമയത്ത് അവർ പറഞ്ഞു, നീ ഒന്നും കൂടി അവിടെ നിന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ആ വീട്ടിലേക്കൊന്ന് പോകാനുള്ള അവസരം കർത്താവ് എനിക്ക് ഒരുക്കി തന്നു. പെണ്ണ് വീട്ടിലേക്ക് ഒന്നും കൂടി ഞാൻ പോവുകയാണ്. പോയിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാനിങ്ങനെ പറയുകയാണ്, ഇനി എന്നെ ശരിക്കും കണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഞാൻ പള്ളിയിലാണ് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ജീവിതത്തെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാനും നിനക്ക് പറ്റുമെങ്കിൽ നീ എസ് എന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു മടിയും കൂടാതെ എൻ്റെ സ്റ്റോറി മൊത്തം ഞാൻ പറയാം. ഇതെല്ലാം കേട്ടിട്ട് അവൾ പറഞ്ഞു, എനിക്കിഷ്ടമാണ്. ഞാൻ 2-3 തവണ വീണ്ടും ചോദിച്ചു. ഒത്തിരി എതിർപ്പ് എനിക്കുണ്ട്, കുടുംബത്തിൽ നിന്നുണ്ട്, സമൂഹത്തിൽ നിന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവൾ പറഞ്ഞു, എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ഒരു വല്ലാത്ത പവർ വന്നു. ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒരു തിണ്ണയിൽ ഞാനങ്ങ് ഇരുന്നിട്ടൊരു പ്രഘോഷണം അങ്ങ് നടത്തി. പെണ്ണ് കാണാൻ വേണ്ടി പോയ വീട്ടിൽ പ്രഘോഷിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി. എൻ്റെ ഭാര്യയുടെ അപ്പൻ, ഭാര്യയുടെ അമ്മ, കൂട്ടുകുടുംബങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കേട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒരുപാട് എതിർപ്പുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് രോഗികളെയും കൊണ്ട് ധ്യാനത്തിന് പോകുന്നു.
ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നു, ഇതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ അമ്മായിയപ്പൻ അന്ന് ചോദിച്ച ചോദ്യമാണ്, അതിനെന്താ ഇത്ര വലിയ തെറ്റ്? നല്ല കാര്യമല്ലേ? അമ്മായിയമ്മയും സപ്പോർട്ട് ചെയ്തു. അനിലവിടെ ആലോചനയായിട്ട് വന്നപ്പോൾ പിന്നെ ഇവിടെ വന്ന് അവിടെ ഉള്ളവരൊക്കെ വന്ന് ആലോചിച്ചപ്പോൾ ഇവർക്ക് ഈ വിശ്വാസമായിട്ട് കുറച്ചൊരു ഇടച്ചില്ലായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൂട്ടി വിളക്കലുണ്ടായിരുന്നു ഒരിക്കൽ ഈ ഒരു അതിന് നടക്കാൻ. ഓൾക്ക് അനിലിനെയാണ് ദൈവം കണ്ടുവച്ചത്. അതുകൊണ്ട് ആ കല്യാണം നടന്നു, ഒരു ഇടച്ചിലും ഇല്ലാതെ. പിന്നെ അനിൽ അവിടെ വന്നേരെയാണ് ഞങ്ങൾക്ക് ഈ ദൈവത്തെ പറ്റി അറിയാനും ഈ ദൈവത്തെ ഞങ്ങൾക്ക് വിശ്വസിക്കാനും നല്ല ഇത്. അതുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ അനേകം ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ രോഗത്ത് പറ്റിയും പല കാര്യത്തിലും ദൈവം ഞങ്ങൾക്ക് അനേകം കോരി വാരി തന്ന ഒരു അനുഭവമുണ്ട്. വിവാഹം ഞാൻ പ്രതീക്ഷനേക്കാൾ ഏറ്റവും മനോഹരമായിട്ട് അപ്പൻ ചെയ്തു തന്നു. പിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മല പോലത്തെ കടഭാരമാണ്. ഇത് തനിച്ച് ഞാൻ തന്നെ വീട്ടുണ്ടാക്കണം. അപ്പോൾ ആ ഒരൊറ്റ ഉത്കണ്ഠയാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ വിവാഹമെല്ലാം കഴിഞ്ഞ് എൻ്റെ വരവും ചെലവും കണക്ക് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് വന്ന ചെലവുകളെല്ലാം കഴിച്ചിട്ടും മിച്ചം 10,000 രൂപ മിച്ചമാണ് എനിക്കുണ്ടായത്. പിറ്റേ ദിവസം ഞാനൊരു വചനം ഇങ്ങനെ തുറന്നു. ആ വചനത്തിൽ ഇങ്ങനെ കണ്ടു, ഈശോ 5 അപ്പവും 2 മീനും വാഴ്ത്തി വിഭജിച്ച് 5000 പേർക്ക് അത് തിന്ന് തൃപ്തരാകുവോളം അത് പെരുപ്പിച്ചു എന്നുള്ളതാണ്. അത് കഴിച്ച് മിച്ചം 12 കൊട്ട നിറയെ ബാക്കി വന്ന ചരിത്രമാണ് നമ്മൾ തിരുവചനത്തിൽ കണ്ടത്. സത്യത്തിൽ ഇത് തന്നെയായിരുന്നു എൻ്റെ വിവാഹവേളയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് എല്ലാം ചെയ്തു തന്നു. അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ മിച്ചം 10,000 രൂപ. എനിക്ക് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എന്നെ നിസ്വാർത്ഥമായിട്ട് സഹായിച്ചവർക്ക് ആ തന്നത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. 2000 തന്നവൻ 2000 കൊടുത്തു, 3000 തന്നവൻ 3000 കൊടുത്തു. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ശൂന്യനായി. ആ ശൂന്യതയിലാണ് ഇപ്പോഴും എൻ്റെ ജീവിതം. സത്യം പറഞ്ഞാൽ നാളെക്കുറിച്ച് ഒരു ഉത്കണ്ഠയില്ല. എന്നെ ഈശോയെ അറിയുന്നതിന് മുമ്പ് എന്നെ ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്ന നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. ഞാൻ തനിച്ചേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു ചിന്ത എൻ്റെ മനസ്സിനെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈശോ എന്ന് ഉള്ളിൽ വന്നോ അതോടുകൂടി നാളെക്കുറിച്ചുള്ള ആകുലത എന്നെ വിട്ടുപോയി. തുടർന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. എനിക്ക് 4 വർഷത്തിന് ശേഷമാണ് ആൺകുട്ടി എൻ്റെ മൂത്ത മോനുണ്ടായത്. അതും ഒരു ധ്യാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ മകൻ പിറന്നത്. വീണ്ടും 8 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു മോളെ ഉണ്ടായത്. ആ മോള് 7.5 മാസത്തിലായിരുന്നു അവളെ പ്രസവിച്ചത്. ആ പ്രസവം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു പീഡ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ സംഭവമായിരുന്നു. 7.5 മാസത്തിൽ ബ്ലീഡിങ്ങോട് കൂടി എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ അതുവരെ പ്രാർത്ഥിച്ചിരിക്കുന്നത്, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ദിവ്യകാരണത്തിന് മുമ്പിൽ സദാ ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ ഭാര്യമാർക്ക് മുഴുവൻ പ്രാർത്ഥിച്ചാലും അവർക്കൊക്കെ സുഖപ്രസവം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും സുഖപ്രസവം തന്നെയാണെന്ന് കണ്ണടച്ച് വിശ്വസിച്ചവനാണ് ഞാൻ. പക്ഷേ കാര്യം കൊണ്ടെടുത്തപ്പോൾ ഡോക്ടർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. കൊച്ചിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഞാൻ എല്ലാ പ്രാർത്ഥനകളും മാറ്റിവെച്ചു. അതും ദൈവഹിതമായിട്ട് കണ്ടു. പൂർണ്ണമായിട്ടും കർത്താവിന് വിട്ടുകൊടുത്തു. നിമിഷം നേരം കൊണ്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 1,200 വെയിറ്റുള്ള ഒരു കൊച്ചിനെയാണ് കിട്ടിയത്. ബാഹ്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. കൊച്ചിനെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവച്ചു. കാര്യങ്ങളെല്ലാം ശാന്തമായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊച്ചിനെ കിട്ടുമെന്ന് വിചാരിച്ചെങ്കിൽ ആ ഡോക്ടർ പിറ്റേ ദിവസം തന്നെ കൊച്ചിനെ ഞങ്ങൾക്ക് വിട്ടുതരികയും കൊച്ച് കൂടെ കടത്തുകയും ചെയ്തു. പക്ഷേ അത് ആ കൊച്ചിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം ഉണ്ടാക്കി. ഇൻഫെക്ഷനായി. കൊച്ചിൻ്റെ കളറ് നീല കളറായി മാറി. ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടർ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കൈയൊഴിയുക ചെയ്തു. പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് അവളെ കൊണ്ടുപോയി. അങ്ങനെ അവിടുത്തെ ICUലാക്കി. അവിടെ കുഞ്ഞവിടെയും ഞാനിവിടെയും അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത്. അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം എന്നെ ഇവിടുന്ന് ഡിസ്ചാർജാക്കി ഞങ്ങൾ അവിടേക്ക് പോയി.
അവിടെ ഒരു പുറത്ത് റൂമെടുത്ത് അവിടെ നിന്ന് അങ്ങനെ പാല് കുടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ പാല് ഇവിടുന്ന് ഇതിലാക്കി പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോയി അങ്ങനെ 1 തുള്ളി 2 തുള്ളി അങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞുണ്ടാവും. അപ്പം ഡോക്ടറോട് ചെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ഒന്നും പറയാനായിട്ടില്ല, നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞിരുന്ന്. ആ സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമായിരുന്നു ഒരു ആശ്വാസം. കർത്താവും മാതാവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ ശരിക്കൊന്ന് പിഴിഞ്ഞ് കർത്താവിൽ നിന്ന് വാർത്തെടുത്ത്. അതായത് ഈ കൊച്ചിനെ തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉള്ളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. 20 ദിവസം പിന്നിട്ടപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എൻ്റെ കർത്താവേ, അങ്ങേക്ക് വേണ്ടി 24 മണിക്കൂർ ഓടുന്നവനാണ് ഞാൻ. എന്നെ പിടിച്ച് ഈ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ട്? ഇത് ചോദിച്ചതിൻ്റെ മറുപടി ആ നിമിഷം എൻ്റെ ഹൃദയത്തിൽ കേൾക്കുകയാണ്. നിൻ്റെ തലയിൽ ഇപ്പോൾ നിൻ്റെ കൊച്ച്, വേറെ ഒന്നും ഇപ്പോൾ നിൻ്റെ തലയിലില്ല. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ച് വീഴുന്ന പല മക്കളും മരിച്ചു പോകുന്നു, അംഗവൈകല്യം ഉണ്ടാകുന്നു. ഒരു പ്രസവത്തിൽ 2-3 മക്കളെ പ്രസവിക്കുന്ന തിയേറ്റർ. ഇവിടെ പ്രസവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഈ വാക്ക് കേട്ടതോടുകൂടി എൻ്റെ മനസ്സിന് വലിയൊരു ഭാരം വിട്ടുപോയി. പിന്നെ ആ തിയേറ്ററിലെ ആ ഹോസ്പിറ്റലിലെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രചോദനം ഞങ്ങൾക്ക് 2 പേർക്കുണ്ടായി. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ കണ്ട ഏറ്റവും വലിയ അത്ഭുതം, ഡിസ്ചാർജുകളുടെ ഒരു പരമ്പര കാണാൻ സാധിച്ചു ഞങ്ങളെ കൺമുമ്പിൽ. തിയേറ്റർ കാലിയാകുന്നൊരവസ്ഥ വരെ എത്തുകയാണ്. അത്രമാത്രം ഡിസ്ചാർജുകൾ അവിടെ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. ഈ യാത്ര മുന്നോട്ട് പോകുന്നു. 45 ദിവസത്തിന് മുമ്പ് കൊച്ച് ഒന്നുകൂടി വീക്കായപ്പോൾ കൊച്ചിൻ്റെ ശരീരഘടന ഞാൻ ICUവിൽ ഞാൻ നോക്കി കണ്ടപ്പോൾ ഒരപ്പൻ, ശരിക്കും അപ്പൻ്റെ വേദന അന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും അന്നാണ് ഞാൻ അപ്പനായത്. ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ദയനീയത കണ്ടു. സത്യം പറഞ്ഞാൽ അസ്ഥികളൊക്കെ പൊങ്ങി ഒരു എലിക്കുഞ്ഞ് പോലെ ആയി മാറി. ചുരുങ്ങി 200 കാരി വീണ്ടും ചുരുങ്ങി വളരെ ദയനീയമായൊരവസ്ഥയിൽ കണ്ടോടുകൂടി ഹൃദയം നുറുങ്ങിക്കൊണ്ട് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയുകയാണ്, എൻ്റെ അമ്മേ, എൻ്റെ കൊച്ചിനെ എനിക്ക് ഇങ്ങനെ കാണാനുള്ള കെൽപ്പില്ല എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ അടുത്ത ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്. എൻ്റെ മോനെ കണ്ടപ്പോൾ എൻ്റെയും സ്ഥിതി ഇത് തന്നെയായിരുന്നു. സത്യത്തിൽ മാതാവ് പറഞ്ഞ സ്പോട്ട് എൻ്റെ മനസ്സിലേക്ക് പോയി. ആ മോൻ ഈശോയാണെന്നും അത് കാൽവരിയാണെന്നും അവിടെ അമ്മ അനുഭവിച്ച വേദന ഞാൻ അനുഭവിക്കുന്ന വേദനയാണെന്നും നിമിഷം നേരം കൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എൻ്റെ പ്രശ്നം എന്നെ വിട്ടുപോയി. പിന്നെ എനിക്ക് യാതൊരു ഭാരവും ആ കൊച്ചിനെക്കുറിച്ച് എനിക്കില്ല. ആ വരാന്തയിലൂടെ ഞാനിങ്ങനെ നടന്നു. അറിയാതെ ഞാനൊരു പാട്ട് പാടുക. തടവറയിൽ അത്ഭുതം ചെയ്തൊരു കർത്താവേ, ആഴിതൻ മീതെ വന്നൊരു കർത്താവേ, കരയുന്നോർക്കാശ്വാസം നീയല്ലേ, താങ്ങേകാൻ തണലേകാനും നീയല്ലേ. ഇത് CD-യിൽ ഇറങ്ങാത്ത പാട്ടാണ്. ഇങ്ങനെ ഓരോ സിറ്റുവേഷനാണ് എന്നെക്കൊണ്ട് പാട്ടുകളൊക്കെ എഴുതിപ്പിക്കുന്നത്. ദൈവകൃപയാൽ ഇങ്ങനെ ഓരോ അനുഭവങ്ങളും ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന നിരവധി പാട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ ആ ധൈര്യത്തിലും ശക്തിയിലും കർത്താവ് എൻ്റെ കൂടെ നിന്നു എനിക്ക് വിവാഹം നടത്തി തന്ന ആ ധൈര്യത്തിൽ എഴുതിയൊരു പാട്ടുണ്ട്. യേശുവൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആരു നമ്മെ വേർപെടുത്തും. ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ഞാൻ പിന്തിരിയില്ല, എന്തു വന്നാലും ഞാൻ ഭയപ്പെടുകില്ല, യേശുവൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും. അനേകം ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇത് കണ്ടവരും കേട്ടവരും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ
ഈശോ ഒരു വിശ്വാസം ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. കർത്താവ് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരും എന്നുള്ള വലിയൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകാനുള്ള വലിയ ശക്തിയും കൃപയും മാതാവ് ഞങ്ങൾക്ക് തന്നു. സാമ്പത്തികമായിട്ടും അവിടെ കൊടുക്കേണ്ട ബില്ലുകളും അതിനുള്ള സാമ്പത്തികം എല്ലാം ഞങ്ങൾക്ക് കർത്താവ് ക്രമീകരിച്ച് തന്നു. ഹോസ്പിറ്റലിൽ നിന്ന് മോളെ ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ലഭിച്ച ബില്ല് 50,000 രൂപയാണ്. പൈസ കയ്യിലില്ലാതെയാണ് ഞാൻ ഈ പ്രസവ വിഷയവുമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ബില്ല് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് എൻ്റെ പോക്കറ്റ് നിറച്ചിരുന്നു. 50,000 ബില്ല് കൊടുത്തപ്പോഴും പിന്നെയും വലിയൊരു തുക എൻ്റെ കയ്യിൽ ബാക്കിയാണ്. ഞാൻ തിരിച്ച് വണ്ടിയിൽ കൊച്ചിനെയും കൊണ്ട് പോരുമ്പോൾ കൊച്ചിന് അപ്പോഴേക്കും 1,500 വെയിറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ ഉള്ളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഹോസ്പിറ്റൽ ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു, ബില്ല് കൊടുക്കാനുള്ള മാർഗ്ഗം അങ്ങ് ഒരുക്കി തന്നു. എന്നാൽ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ബില്ല് കൊടുക്കാനോ വേറൊരു മാർഗ്ഗമില്ലാത്ത ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ആ ഒരു അറിവ് എനിക്ക് ലഭിക്കുകയായിരുന്നെങ്കിൽ ഈ മിച്ചം വന്ന തുക അവർക്ക് കൊടുക്കാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു. 3 ഫോൺ കോളുകൾ എന്നെ തേടി വരികയാണ്, ഞാൻ പോലും പ്രതീക്ഷിക്കാതെ. 3 പേരും പ്രാർത്ഥനാ സഹായം ചോദിച്ച് വിളിച്ചവരാണ്. പക്ഷെ 3 പേരും സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുങ്ങിയവരാണ്. ഈ മിച്ചം വന്ന തുക അവർക്ക് കൊടുത്ത് അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ളൊരു കൃപ കൂടി കർത്താവ് അതിലൂടെ നൽകി. സത്യം പറഞ്ഞാൽ ഒരു വചനം അവിടെ കടന്നു വരികയാണ്, വായ്പ വാങ്ങാൻ നിനക്കിട വരികയില്ല, കൊടുക്കാനോ നിനക്ക് സമൃദ്ധി ഞാൻ നൽകും. ശരിക്കും ആ സമൃദ്ധി എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. തുടർന്ന് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന പാത എന്ന് പറയുന്നത്, ഞാൻ മരിയാഭവനിലെ ഫുൾ ടൈമറാണ്. അതിലുപരി നിരവധി CD-കളിൽ പാട്ടുകളൊക്കെ ഇറങ്ങി. ലോകം അറിയപ്പെടുന്ന നിരവധി പാട്ടുകൾ എഴുതാൻ കർത്താവ് എൻ്റെ കരം ഉപയോഗിച്ചു. ഒത്തിരി അറിയപ്പെടുന്ന മറ്റൊരു പാട്ടാണ്, രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും, യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. മറ്റ് സഭക്കാർ മാതാവിനെ തള്ളിപ്പറഞ്ഞ് ഒരുപാട് കേട്ടപ്പോൾ വേദന കൊണ്ട് ഹൃദയത്തിൽ നിന്ന് വന്ന ചിന്തകളാണ് ഈ പാട്ടിൻ്റെ കാതൽ. അതിൻ്റെ രചനയും സംഗീതവും ദൈവകൃപയാൽ ചെയ്യാനുള്ള കൃപ കർത്താവ് നൽകി. സുജാത ചേച്ചി കെസ്റ്റേട്ടനുമാണ് ആ പാട്ട് മാറി മാറി പാടിയത്. ഇന്ന് ലോകത്തിൻ്റെ അതിർത്തികളോളം ഈ പാട്ടെത്തി. ഞാനൊരു അമ്മ സ്നേഹിയാണ്. പെറ്റമ്മയോട് അത്രയും സ്നേഹം എനിക്കുണ്ട്. ഏതൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും അമ്മയുടെ പ്രാർത്ഥനയും കെട്ടിപ്പിടിച്ചൊരു ചുംബനവും വാങ്ങിയിട്ടാണ് ഞാൻ പോകാറ്. അതുകൊണ്ടാണ് എനിക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പറയാനുള്ളൊരു വാക്ക്, അത് മാതാവിനെ പറ്റിയും എൻ്റെ അമ്മയെപ്പറ്റിയും ഈ ലോകത്തിലെ അനേക അമ്മമാരെ പറ്റി ആ വേദനയാണ് ആ വരിയിൽ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ, എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. ഈ ഒരു വരി അതിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ പാട്ടിൽ വരാൻ കാരണം, മരിയ ഭവനിൽ നടക്കുന്ന എല്ലാ പ്രധാന ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തൻ്റെ വചന ദൗത്യം വഴി അനേകം ആളുകളെ വിശ്വാസ ജീവിതത്തിൽ വളർത്തുവാനും താൻ അനുഭവിച്ചറിഞ്ഞ ആ യേശുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ മരിയ ഭവനിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയുമുണ്ട്. ആഴ്ചയിലെ മിക്ക ദിവസങ്ങളിലും
മറ്റ് വചനപ്രഘോഷണ കേന്ദ്രങ്ങളിലും ധ്യാന മന്ദിരങ്ങളിലും പോയി വചനപ്രഘോഷണം നടത്തി യേശുവിനെ അനേകം വ്യക്തികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. സങ്കീർത്തനം 57:2. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഇന്ന് ഈ വചനം ഇവിടെ നിന്ന് പറയാൻ അതിനെ എനിക്ക് ഒത്തിരിയേറെ പ്രോത്സാഹനം തന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സത്യത്തിൽ പ്രായത്തിൽ എന്നേക്കാൾ വളരെ താഴ്ന്നതാണെങ്കിലും ദൈവിക കാര്യത്തിൽ, ആത്മീയ കാര്യത്തിൽ അനിൽ എൻ്റെ ഒരു ഗുരുവാണെന്ന് പറയാം. എന്നെ പരിശീലിപ്പിച്ചതും എന്നെ വചനവേദിയിൽ നിർത്തിയതും അനിലാണ്. ഞാനിവിടെ വരുന്നത് 2010 എൻ്റെ റിട്ടയർമെൻറ്റ് കാലം ആരംഭിക്കുന്നത് 2010 മാർച്ചിന്. ഒരു ടീച്ചർ എന്ന നിലയിൽ എന്നെ പലരും വീണ്ടും പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചെങ്കിലും ഇനിയത്തെ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഈ മലപ്പുറത്തേക്ക്, ഈ മരിയ ഭവനിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഞാൻ അനിലിനെ കാണുമ്പോൾ സത്യത്തിൽ എനിക്കൊരു നാണക്കേട് തോന്നിയിരുന്നു. ക്രിസ്ത്യാനിയായി ജനിച്ച ഞാൻ ഒന്നുമല്ല, വെറും ഒരു 0 ആണെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി. കാരണം പ്രാർത്ഥനയുടെ ആഴവും വചനത്തിൻ്റെ ആഴത്തിലുള്ള വിശ്വാസവും വചനപ്രഘോഷണവും ഒക്കെ കണ്ടപ്പോൾ കർത്താവേ, എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു വഴിത്താരയിലേക്ക് നീങ്ങിക്കൂടാ എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിലും എന്തോ ഒരു ഭയം എന്നെ കീഴടക്കിയിരുന്നു. ഞാനത് അനിലുമായിട്ട് സംസാരിക്കുമായിരുന്നു. അനിലാണ് എനിക്ക് ധൈര്യം തന്നത്. അങ്ങനെ അനിൽ എൻ്റെ കൈപിടിച്ച് ഉയർത്തി എന്ന് പറയാം. വചനവേദിയിലേക്ക് ഞാൻ എപ്പോഴും പറയും, തെറ്റുകളുണ്ടെങ്കിൽ കാണിച്ചു തരണേ അനിലേ. കാരണം ഞാൻ വെറും ശിശുവാണ്. അനിൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പക്ഷേ അനിലിൻ്റെ ആ പ്രവർത്തനവും സംസാര രീതികളും വിനയത്തോടു കൂടി എന്നോട് പറയുമ്പോൾ, ടീച്ചറിനെ ദൈവമാണ് തിരുത്തേണ്ടത്, ഞാനല്ല. അതെ, ശരിയായിരുന്നു. അനിൽ അത്രയും മാത്രം എളിമയുള്ളൊരു മകനായിരുന്നു. കാരണം ഞാനൊരു പാട്ടുകാരിയൊന്നുമല്ല, എങ്കിൽ പോലും പുതിയ പാട്ടുകൾ എഴുതുമ്പോൾ എൻ്റെ അടുക്കൽ ആ പാട്ടുമായിട്ട് വരും. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അഭിഷേകം തോന്നിയിട്ടുണ്ട്. പല പാട്ടുകളും അതൊന്ന് പുറത്തേക്ക് വരാൻ ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വരേണ്ട ഒരു കാര്യവുമില്ല അനിലിന്. പക്ഷെ എന്തുകൊണ്ടോ കർത്താവ് അനിലിനെ എൻ്റെ അടുത്തേക്ക് നയിച്ചു. അത് ഞാനൊന്ന് എളിമപ്പെടാൻ അതൊരു വലിയ കാരണമായി. കർത്താവിനെ പറ്റി ഈ കാലയളവിലൊക്കെ കേട്ടു അനുഭവിച്ചു അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇന്ന് പറയുകയാണ്, ഇതുപോലെ കൂടെ നടക്കുന്ന വേറൊരു സ്നേഹിതൻ എനിക്കില്ല. മനുഷ്യരാൽ ഉണ്ടായ ഒരുപാട് സ്നേഹിതന്മാരുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഒരു പൂർണ്ണത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിതം ഞാൻ പറയുന്നു, എന്നെ അറിയുന്ന, എനിക്കറിയാവുന്ന ഒരു സ്നേഹിതനായി യേശു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്. ഈ സന്തോഷ സമൃദ്ധി എന്നെക്കൊണ്ട് എഴുതിച്ചൊരു പാട്ടാണ്. ഏകനല്ലെന്നോർത്തിടുമ്പോൾ എന്തൊരാനന്ദം, സ്നേഹിതനാമേശുവൻ്റെ കൂടെയുള്ളതിനാൽ. അനാഥനല്ല, യോഗ്യനല്ല ഇനി ഒരു നാളും, താങ്ങും തണലുമായി എൻ്റെ യേശുവുണ്ടല്ലോ. താങ്ങും തണലുമായി എൻ്റെ യേശുവുണ്ടല്ലോ. SP ഓഫീസ് ഉപരോധിക്കാൻ പോയപ്പോൾ ആ സമരം ഒരു അക്രമാസക്തമായി മാറി. അപ്പോൾ കണ്ണൂർ SP വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കണ്ടാലറിയാവുന്ന 1000 പേരുടെ പേരിലാണ് അവർ കേസെടുത്തത്. എന്നോട് ചോദിച്ചു, വർക്കച്ചൻ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വർക്കച്ചൻ ഇവിടെ ഇല്ല, വർക്കച്ചൻ ഭാര്യ വീട്ടിൽ പോയതാ എന്ന് പറഞ്ഞു. അന്നേരം ഒരാൾ പറയുന്നു ഇവിടെ ഉണ്ടെന്ന്, ഒരാൾ പറയുന്നു ഇല്ലെന്ന്. എവിടെയാണ് വർക്കച്ചൻ ചോദിച്ചു. പാർട്ടിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് 3 മുദ്രാവാക്യം വിളിച്ചു. ഏകരക്ഷക കീ ജയ്,